ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധിച്ചു. അടിസ്ഥാന സൌകര്യങ്ങൾ ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ഹോസ്റ്റലിൽ ഇഴജന്തുക്കളുടെ ശല്യം മൂലം താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ആകെ 120 വിദ്യാർത്ഥികളാണുള്ളത്. ഇതിൽ 97 പേരാണ് ഹോസ്റ്റലിൽ താമസിക്കുന്നത്. വേണ്ടത്ര അടിസ്ഥാന സൗകര്യമില്ലാത്ത സ്ഥലത്ത് പാമ്പ്, പഴുതാര തുടങ്ങിയ ഇഴജന്തുക്കളുടെയും എലിയുടെയും ശല്യം മൂലം കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഞങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്റ്റലിലാണ് നിർത്തിയേക്കുന്നത്. അവിടെ ഞങ്ങളെ വളരെ മോശമായിട്ടുള്ള ഫുഡും കാര്യങ്ങളും, ഞങ്ങളുടെ സേഫ്റ്റി പോലും അവിടെ കറക്റ്റ് അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്നത് ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഹോസ്റ്റലാണ്. ഹോസ്റ്റലിലെ അസൗകര്യങ്ങൾ സംബന്ധിച്ച് നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടു. ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഉടൻ ഒരുക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായി. എന്നാൽ പരിഹാരമായില്ല. തുടർന്നാണ് സമരത്തിലേക്ക് എത്തിയതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഒരു കോളേജ് തുടങ്ങാൻ, ഒരു നഴ്സിംഗ് കോളേജ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബേസിക് ഫെസിലിറ്റീസ് പോലും ഞങ്ങൾക്ക് ഇതുവരെ അവൈലബിൾ ആക്കിയിട്ടില്ല. അതായത് കോളേജ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം പോലും ഗവൺമെന്റിന് എവിടാണെന്ന് ഇതുവരെ ഒരു ഐഡിയ ഇല്ല. ഞങ്ങളത് ചോദിക്കുമ്പോൾ 3 ഏക്കർ ഉണ്ട്, 4 ഏക്കർ ഉണ്ടെന്നൊക്കെ പറയും. അല്ലാതെ അത് എവിടാണ്, എങ്ങനെയാണെന്ന് പോലും കോളേജിലെ അധികൃതർക്കോ ഗവൺമെന്റിനോ അറിയത്തില്ല. വൃത്തിഹീനമായ അന്തരീക്ഷവും ഭക്ഷണ രീതിയുമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന മറ്റൊരു പരാതി. യാതൊരു ഗുണമേന്മയില്ലാത്ത ഭക്ഷണമാണ് ലഭിക്കുന്നതെന്നും ഈ സമരത്തോടെ അധികൃതരുടെ ശ്രദ്ധ ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് പഠിപ്പ് മുടക്കിയുള്ള സമരം ആരംഭിക്കുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി.